സാധാരണ പാനിക് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് ഒരു ഔട്ട് ഓഫ് ബ്ലൂ ഇവൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഒരു കാഷ്വാലിറ്റിയിലൊക്കെ ആയിരിക്കും പോകാറുള്ളത്. പക്ഷേ നമ്മളിവരുടെ ലൈഫിലോട്ട് നോക്കുമ്പോൾ ഇവരൊരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻസിലൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും, ചിലപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ, ചിലപ്പോൾ ചില സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻസ്, ഉദാഹരണത്തിന് ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടുക, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, ഇത്തരം സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് പോലെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പാനിക് അറ്റാക്ക് പ്രസൻറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് നെഞ്ചിരിപ്പ് കൂടുക, ശ്വാസം മുട്ടുക, വയറിൽ കാളിച്ച വരിക, മരിക്കാൻ പോകണമായിട്ട് തോന്നുക, അങ്ങനെയൊക്കെയാണ് അവർ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കാഷ്വാലിറ്റി പോകുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടുത്തെ ഡോക്ടർ എല്ലാ ഇവാലുവേഷനൊക്കെ ചെയ്ത് ECG ഒക്കെ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വന്നത് പാനിക് അറ്റാക്ക് ആണ്, അപ്പോൾ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരിക. നമ്മൾ ഡീറ്റെയിൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് ആയിരിക്കാം, ഇല്ലെങ്കിൽ റിക്കറൻറ്റ് പാനിക് അറ്റാക്സിൻ്റെ ഭാഗമായിട്ടുള്ള പാനിക് ഡിസോർഡർ എന്ന് പറയും, അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരിക്കും. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ മരുന്നുകളൊക്കെ എഴുതി കൊടുക്കും, പാനിക് അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ എഴുതി കൊടുക്കും. അതോടുകൂടി തന്നെ ഈ പേഷ്യൻസിന് ലൈഫിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ചില ആക്ടിവിറ്റീസ്, ഉദാഹരണത്തിന് റെഗുലർ എക്സസൈസ്, ബ്രീത്തിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഇതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ പാനിക് അറ്റാക്ക് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടുകൂടി തന്നെ ഇത് നല്ല രീതിയിൽ ട്രീറ്റബിൾ ആണ്. ചില കേസിൽ ഇത് ക്യൂറബിൾ ആണ്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യൂറബിളും ആണ്.